അല്ല നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? അതിരിക്കട്ടെ, നീ ആരടാ? അതിന് നീ ആരാ എന്ന് തിരിച്ചാ ഡ്രാഗൺ ലൂഫിയോട് ചോദിക്കുന്നു. ഇത് ശരിക്കും ഒരു ഡ്രാഗൺ അല്ല, പകരം ഒരു മനുഷ്യനാണ്. ഇവന്റെ പേരാണ് മൊമോനുസ്കെ. നമ്മുടെ സാമുറായി കിനിമോൻ അന്വേഷിച്ചെടുക്കുന്ന അയാളുടെ മകനാണ് ഈ മൊമോനുസ്കെ. ഈ സ്ഥലത്തേക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന കുട്ടികളുടെ കൂട്ടത്തിൽ അവർ ഈ മൊമോനുസ്കെയും തട്ടിക്കൊണ്ടുവന്നു. അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് കിനിമോൻ ഇവിടേക്ക് വന്നത്. പക്ഷെ ആ സമയത്ത് സീസറിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, കിനിമോനെ വെട്ടിമുറിച്ചു. അങ്ങനെ കിനിമോന് മൊമോനുസ്കെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. മൊമോനുസ്കയുടെ കൂടെ അവിടേക്ക് തട്ടിക്കൊണ്ടുവന്ന മറ്റുള്ള കുട്ടികൾക്ക് അവരെ എവിടേക്ക് തട്ടിക്കൊണ്ടുവന്നാണെന്ന് അറിയില്ല. അവർക്ക് എന്തൊക്കെയോ അസുഖമുണ്ട്, അതുകൊണ്ട് അവരെ ചികിത്സിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് കൊണ്ടുവന്നതാണ് അവരുടെ വിചാരം. പക്ഷേ മൊമോനുസ്കെക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അവൻ ഇവിടേക്ക് തട്ടിക്കൊണ്ടുവന്നാണെന്ന്. അതുകൊണ്ട് തന്നെ അവനെ തട്ടിക്കൊണ്ടുവന്ന അന്ന് മുതൽ അവൻ അവര് കൊടുത്ത ഒന്നും കഴിച്ചില്ല, പ്രത്യേകിച്ച് സീസർ കൊടുത്ത ഡ്രഗ്. കാരണം അവനൊരു സാമുറായിയാണ്. സാമുറായികളെല്ലാം അങ്ങനെയാണ്. അവരെ അറിയാത്ത ആൾക്കാരൊന്നും അവർ വിശ്വസിക്കില്ല. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെന്ന് അവർക്ക് ബോധ്യപ്പെടണം, എന്നാലേ സാമുറായികൾ വിശ്വസിക്കുകയുള്ളൂ. ഈ ഒരു കാരണം കൊണ്ട് മൊമോനുസ്കെ അന്ന് മുതൽ ഒന്നും കഴിച്ചില്ല. പകരം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. അങ്ങനെ ഒരു ദിവസം ആരും കാണാതെ മൊമോനുസ്കെ ബിസ്ക്കറ്റ് റൂമിന്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങി അവിടെയുള്ള ഒരു സീക്രട്ട് റൂമിന്റെ അകത്തേക്ക് കയറി. ആ റൂമിന്റെ അകത്ത് പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല. ഒരു പഴക്കം ചെന്നൊരു റൂമായിരുന്നു അത്. കൂടാതെ അവിടെ ചില്ലിട്ട് അടച്ചു വെച്ച ഒരു ഡെവിൾ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അത് കാണുന്ന മൊമോനുസ്കെക്ക് ആവട്ടെ അത് ഡെവിൾ ഫ്രൂട്ട് ആണെന്ന് അറിയില്ല. ഒരു സാധാ ഫ്രൂട്ട് ആണെന്ന് വിചാരിച്ച് അത്രയും ദിവസം ഒന്നും കഴിക്കാതെ വിശപ്പ് സഹിച്ചിരുന്ന മൊമോനുസ്കെ ആ ഗ്ലാസ് പൊട്ടിച്ച് അതിന്റെ അകത്തുള്ള ആ ഫ്രൂട്ട് എടുത്ത് കഴിച്ചു. അതിനുശേഷം അവൻ പോലും അറിയാതെ അവനൊരു ഡ്രാഗൺ ആയിട്ട് മാറി. പിന്നീട് അവിടുന്ന് ആരും കാണാതിരിക്കാൻ വേണ്ടി അവനൊരു വേസ്റ്റ് ബാസ്ക്കറ്റിന്റെ അകത്ത് കയറി ഒളിച്ചിരുന്നു. തുടർന്ന് അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൻ ഇവിടെയാണ്. ഇങ്ങനെയാണ് മൊമോനുസ്കെ ഈ സ്ഥലത്ത് കുടുങ്ങിപ്പോയത്. ഇവിടുന്ന് എങ്ങനെ പുറത്തേക്ക് പോകണം, തിരിച്ചെങ്ങനെ മനുഷ്യനാവണം എന്നൊന്നും അവൻ അറിയില്ല. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ അവൻ ലൂഫിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത് കേൾക്കുന്ന ലൂഫി ആവട്ടെ അവനോട് തിരിച്ചു മനുഷ്യനായാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു. പക്ഷെ മൊമോനുസ്കെക്ക് തിരിച്ചു മനുഷ്യനാവേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അവനത് ലൂഫിക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ലൂഫി അവനോട് തിരിച്ചൊരു കാര്യം പറയുന്നുണ്ട്. അത് നിങ്ങൾ എന്തായാലും ഓർത്തു വെക്കണം. അതെങ്ങനെ എനിക്കറിയാനാ? അതിന് എന്റെ ഡെവിൾ ഫ്രൂട്ട് ഒരു സോവാൻ ടൈപ്പ് അല്ലല്ലോ, എന്റേത് ഒരു സോവാൻ ടൈപ്പ് അല്ലല്ലോ എന്ന്. അതെ, ലൂഫി സോവാൻ ടൈപ്പ് അല്ല, അവനൊരു പാരമീസിയ ടൈപ്പ് ആണ്. പക്ഷെ ലൂഫി ഇപ്പൊ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്ക്, അത് നമുക്ക് ഭാവിയിലേക്ക് ആവശ്യമുണ്ട്. മൊമോനുസ്കെയോട് സംസാരിച്ച് നിൽക്കുന്ന ലൂഫി അവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ടോ എന്ന് നോക്കുന്നു. അപ്പം മൊമോനുസ്കെ ലൂഫിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൻ ഇവിടെ വന്ന് കുടുങ്ങുന്നതിന് മുമ്പ് അവിടുന്ന് രക്ഷപ്പെട്ടു വരുന്ന സമയത്ത് സീസറും മോണറ്റിനോട് പറയുന്ന കാര്യം അവൻ കേട്ടു. അതെന്താണെന്ന് വെച്ചാൽ അവൻ ആ കുട്ടികളുടെ ശരീരത്തിൽ നടത്തുന്ന എക്സ്പെരിമെന്റ് കാരണം ആ കുട്ടികൾ വൈകാതെ തന്നെ മരിച്ചു പോകും. അവർക്കിനി അധികം സമയമില്ല. എന്നാൽ ഇതുകൊണ്ട് സീസറിനൊരു കുഴപ്പമില്ല, കാരണം അവന്റെ അടുത്ത് ഇനിയും കുറെ കുട്ടികളുണ്ട്. അവനെ സംബന്ധിച്ച് ആ കുട്ടികൾ വെറും അവൻ എക്സ്പെരിമെന്റ് ചെയ്യാൻ എടുക്കുന്ന പന്നികൾ മാത്രമാണ്. അവർക്ക് യാതൊരു വിലയില്ല. അവർ മരിച്ചു പോവാണെങ്കിൽ അവർ വെറും ഫെയിലിയർ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് മാത്രമാണ്. അതിന് പുറമെ സീസറിനൊന്നുമില്ല. ഇപ്പൊ മൊമോനുസ്കെ പറഞ്ഞു കൊടുത്ത ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന നമ്മുടെ ലൂഫിയുടെ അത്രയും നേരം ഉണ്ടായിരുന്ന മട്ടും ഭാവമൊക്കെ അങ്ങ് മാറി. ചിരിച്ചുകൊണ്ടിരുന്ന ലൂഫിക്ക് ദേഷ്യം വന്നു തുടങ്ങി. ഇനിയും സീസറിനെ ഇങ്ങനെ വിട്ടുകൂടാ, അവനെ എങ്ങനെയെങ്കിലും പിടിക്കണം. മൊമോനുസ്കെക്ക് ആ കുട്ടികളുടെ കാര്യത്തിലാണ് പേടി, കാരണം അവർക്ക് ഒരു കാര്യം അറിയില്ലല്ലോ, അവര് കുട്ടികളല്ലേ. പക്ഷെ ലൂഫി മൊമോനുസ്കെയോട് പറയും, മോമോ നീ ആ കുട്ടികളുടെ കാര്യം ഓർത്ത് പേടിക്കണ്ട, അവരെ എന്റെ ഫ്രണ്ട്സ് നോക്കിക്കോളൂന്ന്. അത് കേട്ട മൊമോനുസ്കെക്ക് ലൂഫിയിൽ ചെറുതായിട്ട് വിശ്വാസം വന്നു തുടങ്ങി. മൊമോനുസ്കെക്ക് ലൂഫി ഒരു പൈററ്റ് ആണെന്ന് അവൻ പറഞ്ഞ സമയത്ത് അവന് ലൂഫി ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇപ്പൊ മൊമോനുസ്കെക്ക് അതെല്ലാം മാറി. ലൂഫി ഒരു സാധാ പൈററ്റ് അല്ലെന്ന് അവന് മനസ്സിലായി. ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് പോവാൻ ലൂഫി എവിടെയെങ്കിലും വഴി ഉണ്ടോന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മൊമോനുസ്കെ ക്ഷീണിച്ച് താഴെ വീണു. കാരണം അവൻ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ 10 ദിവസമായി. പക്ഷെ അവന് പകുതി ബോധമുണ്ട്. അപ്പൊ പേടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന മൊമോനുസ്കെ അവൻ പോലും അറിയാതെ അവന്റെ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉപയോഗിച്ചു തുടങ്ങി. അവനെ കൊണ്ട് മുകളിലേക്ക് പറക്കാൻ കഴിയും, അത് ഒരു തരം പ്രത്യേക മേഘം ഉണ്ടാക്കിയിട്ട്. അങ്ങനെ മൊമോനുസ്കെ പവർ ഉപയോഗിച്ച് മുകളിലേക്ക് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ പുറകിൽ ലൂഫിയും ചാടിക്കേറി. ഇവിടെ ബിൽഡിംഗിന്റെ പല ഭാഗത്തുനിന്നും ഓരോരുത്തർ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും രക്ഷപ്പെടാനായിട്ട് ഓടി വരുന്നത് ബിൽഡിംഗ് R66ലേക്ക്. അവിടെ നിന്ന് മാത്രമേ അവർക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു എക്സിറ്റ് ഉള്ളൂ. നമ്മുടെ ബ്രോക്കിന്റെ കൂടെ കിനിമോനാണുള്ളത്. അവർ ഓടി വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. ഏറ്റവും പുറകിലാണ്. ബിസ്ക്കറ്റ് റൂം ഉള്ളത് 3ാമത്തെ ഫ്ലോറിലാണ്. അവിടെ ഉള്ളത് നമ്മുടെ സോറോ, റോബിൻ, നാമി, ചോപ്പർ. ഇവരെ 4 പേരെയും തടയാൻ വേണ്ടി അവിടെ മോണറ്റും ഉണ്ട്. കൂടാതെ വയലന്റ് ആയി നിൽക്കുന്ന ആ കുട്ടികൾക്ക് ആ ഡ്രഗ് കിട്ടാതിരിക്കാൻ വേണ്ടി ആ ജൈന്റ് ആയിട്ടുള്ള പെൺകുട്ടി ആ ഡ്രഗ് എടുത്തുകൊണ്ട് അവിടെ ഓടിപ്പോകുന്നു. അവളുടെ തൊട്ട് പുറകെ ആ ഡ്രഗ് പിടിച്ചു കുറച്ച് വാങ്ങാൻ മറ്റുള്ള കുട്ടികളും പോകുന്നുണ്ട്. വയലന്റ് ആയ കുട്ടികൾ ഡ്രഗ് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. ആ ഡ്രഗ് എടുത്തുകൊണ്ട് പോകുന്ന കുട്ടിയെ ഉപദ്രവിക്കും. അതുകൊണ്ട് ആ കുട്ടിയെ സഹായിക്കാൻ നാമിയും റോബിനും ചോപ്പറും അവിടെ നിന്ന് ആ കുട്ടികളുടെ പുറകെ പോകുന്നു. ഈ സമയത്ത് അവിടെയുള്ള മോണറ്റിന്റെ കാര്യം നമ്മുടെ സോറോ നോക്കിക്കോളും. മറ്റൊരു ഭാഗത്ത് നിന്ന് ഈ 3ാമത്തെ ഫ്ലോറിലെ ബിസ്ക്കറ്റ് റൂമിലേക്ക് സാഞ്ചിയും അവന്റെ കൂടെയുള്ള നേവി സോൾജേഴ്സും അവിടേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിൽഡിംഗ് ഡിയിലുള്ളത് ലോയും ക്യാപ്റ്റൻ സ്മോക്കറും അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന വെർഗോയുമാണ്. ആദ്യം വെർഗോയുടെ കൂടെ ഫൈറ്റ് ചെയ്ത ലോയ്ക്ക് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ലോയ്ക്ക് പകരം വെർഗോയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് ക്യാപ്റ്റൻ സ്മോക്കറാണ്. വെർഗോയുടെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ അവർ ഫൈറ്റ് ചെയ്തേ പറ്റൂ. ക്യാപ്റ്റൻ സ്മോക്കർ പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് റൂമിലുള്ള സോറോ മോനറ്റിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് സാഞ്ചിയും ബാക്കിയുള്ള നേവി സോൾജേഴ്സ് ഒരുമിച്ച് ഓടി വന്നു. അവർ വരുമ്പോൾ കാണുന്നത് സോറോ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നതാണ്. ഇനി ഇവിടെ കൂടുതൽ നേരം നിൽക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് സാഞ്ചിയും ബാക്കിയുള്ള നേവി സോൾജേഴ്സും കുട്ടികളെ സഹായിക്കാൻ അവർ പോയ വഴിയെ പോവുകയാണ്. സാഞ്ചി സ്ത്രീകൾക്കെതിരെ ഫൈറ്റ് ചെയ്യില്ല. ഇനി അങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ, അതായത് ഒന്നെങ്കിലും മരണം അല്ലെങ്കിൽ അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ സാഞ്ചി മരിക്കും. സാഞ്ചി അങ്ങനെയാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് സാഞ്ചി ഇത് സോറോയ്ക്ക് വിട്ടുകൊടുത്തിട്ട് അവിടുന്ന് ഓടിപ്പോയത്. സാഞ്ചിക്ക് അറിയാം ഇത് സോറോയ്ക്ക് തീർക്കാവുന്നതേ ഉള്ളൂ എന്ന്. പക്ഷെ അവിടേക്ക് വന്ന ടഷിങ്കി അവരുടെ കൂടെ പോയില്ല. അവള് സോറോയെ സഹായിക്കാൻ അവിടെ നിന്നു. കാരണം പണ്ട് ഇവരൊക്കെ ഗ്രാൻഡ് ലൈനിലേക്ക് വരുന്നതിന് മുമ്പ് സോറോ ടഷിങ്കിയുടെ കൂടെ ഫൈറ്റ് ചെയ്ത് അവളെ തോൽപ്പിച്ചിരുന്നു. അത് ഫൈറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. സോറോ നിസ്സാരമായിട്ടാണ് അവളെ തോൽപ്പിച്ചത്. അന്ന് സോറോയ്ക്ക് അവളെ വെട്ടാൻ ഒരു അവസരം
അവസരം ഉണ്ടായിരുന്നു. പക്ഷെ സോറോ അന്ന് അവളെ വെട്ടാതെ തിരിച്ച് നടന്നുപോയി. അതുകൊണ്ട് ഇപ്പൊ ടഷിങ്കിക്ക് അറിയാം സോറോയ്ക്ക് സ്ത്രീകളെ വെട്ടാൻ കഴിയില്ലെന്ന്. അതുകൊണ്ടാണ് ടഷിങ്കി അവിടെ നിന്നത്. ഇതേ സമയത്ത് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മൊമോനസ്കെ അവൻ പോലും അറിയാതെ അവന്റെ പവർ ഉപയോഗിച്ചിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുകളിലേക്ക് വന്ന് അവസാനം അവൻ മുഴുവനായിട്ടും ബോധം കെട്ട് താഴെ വീഴുന്നു. അങ്ങനെ താഴെ വീണുകൊണ്ടിരിക്കുന്ന മൊമോനസ്കെ അവന്റെ പുറകിലുണ്ടായിരുന്ന ലൂഫി പിടിച്ചു. എന്നിട്ട് മൊമോനസ്കെ ലൂഫി അവന്റെ തോളിലിട്ടു. അതുപോലെ സീസറിനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ലൂഫി അവന്റെ കൈ കൊണ്ട് തന്നെ ചുമര് ഇടിച്ച് തുളച്ച് അവിടെ നിന്ന് മുകളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഊസോപ്പ് ആവട്ടെ, അവർക്ക് സീസറിനെ തട്ടിക്കൊണ്ടു പോകണമെങ്കിൽ ഒരു സീ പ്രിസൺ സ്റ്റോണിന്റെ വിലങ്ങ് വേണം. അതുകൊണ്ട് സീ പ്രിസൺ സ്റ്റോണിന്റെ വിലങ്ങ് കണ്ടുപിടിക്കാൻ വേണ്ടി ഊസോപ്പ് ഓരോ ഭാഗത്തും അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ അവൻ എവിടെ പോയിട്ടും അവന് സീ പ്രിസൺ സ്റ്റോണിന്റെ വിലങ്ങ് കിട്ടുന്നില്ല. ഇതേ സമയത്ത് സോറോയെ ടഷിങ്കി ഫൈറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കാരണം മോണറ്റിനെ അവൾക്ക് തോൽപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് അവൾ ആദ്യം ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവള് സോറോയോട് മാറി നിൽക്കാൻ പറഞ്ഞ് മോണറ്റിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. മോണറ്റ് ഒരു ലോജിയ ടൈപ്പ് ഡബിൾ ഫ്രൂട്ട് യൂസർ ആയതുകൊണ്ട് അവളുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹാക്കി ഉപയോഗിക്കണം. തുടക്കം ടഷിങ്കി ഹാക്കി ഉപയോഗിച്ച് മോണറ്റിനെ വെട്ടുന്നുണ്ടെങ്കിലും അവസാനം മോണറ്റ് ടഷിങ്കിയുടെ ഷോൾഡറിൽ കടിച്ച് അവളുടെ ഷോൾഡർ ഐസാക്കി മാറ്റാൻ തുടങ്ങി. അവൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സോറോ പെട്ടെന്ന് എണീറ്റ് മോണറ്റിന്റെ മുഖത്തിനിട്ട് വെട്ടി ടഷിങ്കിയെ രക്ഷപ്പെടുത്തി. നീ നേരത്തെ ഒരുപാട് സംസാരിച്ചു, പക്ഷേ ഇവളെ കൊല്ലാൻ നീ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ നിനക്ക് ഞാൻ തന്ന സമയം കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സോറോ പതിയെ മോണറ്റിന്റെ അടുത്തേക്ക് നടന്നു വരുന്നു. മോണറ്റ് ഇത്രയും നേരം വിചാരിച്ചത് സോറോ സ്ത്രീകളെ വെട്ടില്ല എന്നാണ്. നീ എന്നെ ഒരുപാട് അങ്ങ് തെറ്റിദ്ധരിച്ചു. എന്റെ കൂടെ നീ തോറ്റുപോകുന്ന നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ ഇവിടുന്ന് നേരത്തെ ഓടിപ്പോകേണ്ടതായിരുന്നു. ശരിയാണ്, ഈ ലോകത്ത് ഞാൻ വെട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ. വെറി പിടിച്ചു നിൽക്കുന്ന ഏതെങ്കിലും ഒരു മൃഗം കടിക്കാതെ നിൽക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? കാരണം അങ്ങനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് സോറോ ഒരുമാതിരി ചിരി. എന്നിട്ട് മോണറ്റിന് നേരെ ഓടി വരുന്നു. അപ്പൊ സോറോയുടെ ആ ഒരു പ്രസൻസ് കാരണം അവൾക്ക് അവളുടെ ബോഡി അനക്കാൻ കഴിയുന്നില്ല. ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന മോണറ്റിനെ ഓടി വരുന്ന സോറോ അവന്റെ വാളുകൊണ്ട് രണ്ടായിട്ടങ്ങ് വെട്ടി മുറിച്ചു. പക്ഷെ താഴെ വീഴുന്ന മോണറ്റ് മരിക്കുന്നില്ല. കാരണം സോറോ അവളെ വെട്ടാൻ ഹാക്കി ഉപയോഗിച്ചില്ല. അതായത് അവളെ വെട്ടാൻ സോറോയ്ക്ക് ഹാക്കിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ സോറോ അവളെ വെട്ടിയ പവർ കാരണം അവൾക്ക് വീണ്ടും കൂടിച്ചേരാൻ പോലും കഴിയുന്നില്ല. ഇത് കാണുന്ന ടഷിങ്കിക്ക് 2 വർഷം സ്ട്രോ ഹാറ്റ്സ് എന്തിനാണ് കാണാതായതെന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് അവരുടെ പവർ എത്രത്തോളം ഉണ്ടെന്ന് അവൾക്ക് ഈ ഒരു സംഭവം കണ്ടതോടെ മനസ്സിലായി. താഴെ വീഴുന്ന മോണറ്റ് ആവട്ടെ അവളെ ഇത്രയും നിസ്സാരമായിട്ട് സോറോ തോൽപ്പിച്ചതുകൊണ്ട് അതിന്റെ അപമാനം കാരണം അവൾ വീണ്ടും എങ്ങനെയൊക്കെ സോറോയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. പക്ഷെ പെട്ടെന്ന് ഹാക്കി ഉപയോഗിച്ച് ടഷിങ്കി അവളെ വെട്ടി താഴെയിട്ടു. നേരത്തെ മോണറ്റിന്റെ കൂടെ ഫൈറ്റ് ചെയ്തതുകൊണ്ട് ഇപ്പൊ ടഷിങ്കിക്ക് നടക്കാൻ കഴിയുന്നില്ല. കൂടാതെ ഇനി അവർക്ക് ആലോചിച്ച് നിൽക്കാനൊന്നും സമയമില്ല. ബിൽഡിംഗ് ബിയുടെ 3ാമത്തെ നിലയിലേക്കും പോയിസൺ ഗ്യാസ് വന്നു തുടങ്ങി. അതായത് ബിസ്ക്കറ്റ് റൂമിലേക്ക് സോറോ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം. അതുകൊണ്ട് അവൻ ടഷിങ്കി എടുത്ത് ബാക്കിയുള്ളവർ പോയ വഴിയിലൂടെ പോകുന്നു. നമുക്ക് സോറോയെ നല്ലതുപോലെ അറിയാം. അവനോട് നേരെ പോകാൻ പറഞ്ഞാൽ സോറോ വളഞ്ഞു തിരിഞ്ഞേ പോവുള്ളൂ. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വഴി കണ്ടുപിടിച്ച് സോറോ മുന്നിലേക്ക് ഓടി പോകുന്നു. ബിൽഡിംഗ് സിയുടെ ഗേറ്റ് ക്ലോസ് ചെയ്തതുകൊണ്ട് അവര് നേരെ ബിൽഡിംഗ് 6ലേക്ക് വേണം പോവാൻ. അതിലൂടെയാണ് ആ കുട്ടികൾ ആ ഡ്രഗ് കിട്ടാൻ വേണ്ടി ഓടി പോകുന്നത്. അവരുടെ തൊട്ടുപുറകെ നമ്മുടെ ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സും അവരുടെ പുറകെ സാഞ്ചിയും ബാക്കിയുള്ള നേവി സോൾജേഴ്സും. ഏറ്റവും മുമ്പിൽ ആ കുട്ടികളാണ്. നാമിക്കും റോബിനും ചോപ്പറിനും ചേർന്ന് ആ കുട്ടികൾ ഒറ്റയ്ക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. കാരണം കുട്ടികൾക്ക് ഒരു അപകടവും സംഭവിക്കാൻ പാടില്ല. അവരെ സുരക്ഷിതമായിട്ട് വേണം പിടിച്ചു നിർത്താൻ. പക്ഷെ വയലന്റ് ആയി നിൽക്കുന്ന കുട്ടികളെ അവരെങ്ങനെ പിടിച്ചു നിർത്തും? 1-2 കുട്ടികളെ അവർ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിലും ജയന്റ് ആയിട്ടുള്ള മുഴുവൻ കുട്ടികളെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ മുഴുവൻ ഡ്രഗ് എടുത്തുകൊണ്ട് പോകുന്ന ആ കുട്ടിയെ കുറച്ച് കുട്ടികൾ ചേർന്ന് പിടിച്ചു. എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ ഡ്രഗ് പിടിച്ചു വലിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. ആ കുട്ടികളുടെ കയ്യിൽ ആ ഡ്രഗ് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തായാലും ഇനി മരിച്ചു പോകുന്നുള്ള കാര്യം അത് പിടിച്ചു നിൽക്കുന്ന ആ കുട്ടിക്ക് അറിയാം. അവരെ ഇനി ആരും സഹായിക്കാനുമില്ല. അതുകൊണ്ട് ആ കുട്ടി ബാക്കിയുള്ള കുട്ടികളെ സഹായിക്കാൻ അവർക്കത് കിട്ടാതിരിക്കാൻ ആ ഡ്രഗ് മുഴുവൻ എടുത്ത് വായിലേക്ക് ഇട്ടു. അതുകൊണ്ട് ചോപ്പർ വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കാതെ മുഴുവൻ എടുത്ത് വായിലിട്ട് വിഴുങ്ങി. അങ്ങനെ ആ കുട്ടി നിലത്തേക്ക് വീണ് ചോര ഛർദ്ദിച്ചു. ഇത് കാണുന്ന ബാക്കിയുള്ള കുട്ടികൾക്ക് ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് ബോധം വരുന്നത്. അതായത് എന്തോ തെറ്റായിട്ട് സംഭവിക്കുന്നുണ്ടെന്ന് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതാണ് സ്ട്രോ ഹാർട്സിന് കിട്ടിയ ഒരു കറക്റ്റ് ആയിട്ടുള്ള ചാൻസ്. ആ കുട്ടികളുടെ ദേഹത്ത് ഡ്രഗിനെതിരെയുള്ള മരുന്ന് കുത്തിവെക്കാനുള്ള ഒരു അവസരം ഇതാണ്. പക്ഷെ അവരാകെ 3 ആൾക്കാരേ ഉള്ളൂ. അവരെങ്ങനെയായ എല്ലാ കുട്ടികളുടെ ദേഹത്ത് കുത്തിവെക്കും. അതുപോലെ ആ ഡ്രഗ് മുഴുവൻ എടുത്ത് വിഴുങ്ങിയ കുട്ടി ഇപ്പൊ മരിക്കാറായ അവസ്ഥയിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെയും രക്ഷപ്പെടുത്തണം. ഇനി അവർ 3 പേര് എന്ത് ചെയ്യും? ആ കുട്ടികളുടെ ദേഹത്ത് മരുന്ന് കുത്തിവെക്കുവോ അതോ നിലത്ത് വീണെടുക്കുന്ന ആ കുട്ടിയെ സഹായിക്കുവോ? ഇങ്ങനെ അവരിനി എന്ത് ചെയ്യും, ഏത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ സാഞ്ചി മാമ മുന്നോട്ട് കൊണ്ടുവരുന്ന ആ മറൈൻ സോൾജേഴ്സും അവരെ സഹായിക്കാൻ വേണ്ടി ഓടി വരുന്നത്. എല്ലാവരും ആ പിള്ളേരെ ചാടി പിടിയടാ. കുറച്ചുപേര് അങ്ങോട്ട്, കുറച്ചുപേര് ഇങ്ങോട്ട്, എല്ലാം നമ്മളുടെ കൺട്രോളിലാണ്. സൂചി എടുത്ത് എല്ലാത്തിനെയും കുത്തിവെക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ സാഞ്ചിയുടെ ഒരു 1-1.5 എൻട്രി. സാഞ്ചി പറയുന്നതനുസരിച്ച് എല്ലാ സോൾജേഴ്സും അവർ പിടിച്ചു വെച്ച ആ കുട്ടികളുടെ ദേഹത്ത് മരുന്ന് കുത്തിവെക്കുന്നു. അതുപോലെ കുറച്ചുപേര് ചേർന്ന് ആ ഡ്രഗ് മുഴുവൻ അകത്ത് ചെന്ന ആ കുട്ടിയും കൊണ്ട് അവിടെ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോവുകയാണ്. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും ചോപ്പറിന് സഹായിക്കണം. പക്ഷെ അവർക്ക് ഇനി അധികം സമയമില്ല. എന്തൊക്കെ ചെയ്യാനുണ്ടോ അത് എത്രയും പെട്ടെന്ന് ചെയ്യണം. ഇതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ബിൽഡിംഗ് സിയുടെ ഫ്ലോർ ആരോ അടിച്ച് പൊളിച്ച് പുറത്തേക്ക് വരുന്നു. അവിടെ നിൽക്കുന്ന സീസറിന്റെ ഗാർഡ്സ് അത് ആരാണെന്ന് നോക്കുമ്പോൾ മൊമോനസ്കെയും തോളത്തിട്ട് നമ്മുടെ ലൂഫി പുറത്തേക്ക് ഇറങ്ങി വന്നു. മുന്നിലേക്ക് നടന്നു വരുന്ന ലൂഫി ആ ഗാർഡ്സിലെ ഒരാളെ മാത്രം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരെയും കോൺഗ്രസ് ഹാക്കി ഉപയോഗിച്ച് ബോധം കെടുത്തി താഴെയിട്ടു. എന്നിട്ട് അവൻ ബാക്കി നിർത്തിയ ഒരാളോട് ഒരേ ഒരു ചോദ്യം, വേറെ ഒരു ചോദ്യമില്ല, ഒരേ ഒരു ചോദ്യം മാത്രം, സീസർ എവിടെയെന്ന്. അവന് സീസർ എവിടെയാണെന്ന് അറിയില്ല, സീസർ എങ്ങോട്ടോ പോയി, അത് എവിടേക്കാണെന്ന് അറിയില്ല എന്നൊക്കെ പേടിച്ച് ലൂഫിയോട് പറയുമ്പോൾ ലൂഫി അവന്റെ കോളറിൽ കയറി പിടിച്ച് സീസർ എവിടെയെന്നൊരു ചോദ്യം. അതിന് അയാൾ സീസർ ബിൽഡിംഗ് 6 പറഞ്ഞു കൊടുത്തു. നമ്മുടെ ക്യാപ്റ്റന്റെ മുഖം ഇങ്ങനെ സീരിയസ് ആവുന്നത് നമുക്ക് എപ്പോഴും ഒന്നും കാണാൻ പറ്റില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ലൂഫിയെക്കാളും ഡേഞ്ചർ ചിരിക്കാതെ നടന്നു വരുന്ന ലൂഫിയാണ്. അങ്ങനെ
അങ്ങനെ സീസറിനെ കാണാൻ മൊമോനോസ്കയും കൊണ്ട് ലൂഫി ബിൽഡിംഗ് 6ലേക്ക് പോകുന്നു. സീസറിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അറിയുന്ന ബ്രൗൺ ബിയർഡ് സ്ട്രോ ഹാറ്റ്സിന് മുന്നേ ബിൽഡിംഗ് 6ലേക്ക് വന്നു. ഈ ബിൽഡിംഗ് 6ൽ 3 ഫ്ലോർ ഉണ്ട്. അതിലെ രണ്ടാമത്തെ ഫ്ലോറിൽ ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും കാണുന്ന കൺട്രോൾ റൂം ഉണ്ട്. അവിടെയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് സീസർ ഇരിക്കുന്നത്. അതുപോലെ സീപ്രസ് സ്റ്റോണിന്റെ വിലം അന്വേഷിച്ചു വരുന്ന ഊസോപ്പ് അവിടേക്ക് എത്തി. പക്ഷെ ഊസോപ്പ് ആ റൂമിന്റെ അകത്തേക്ക് കയറിയില്ല. ആ റൂമിന്റെ അകത്ത് നിന്ന് സീസറും അയാളുടെ ആൾക്കാരും പുറത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും കണ്ടു. കൂട്ടത്തിൽ താഴത്തെ ഫ്ലോറിൽ ബ്രൗൺ ബിയർഡ് നിൽക്കുന്ന കാര്യവും സീസർ കണ്ടു. സീസറിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് സീസർ അവരെ ചതിക്കുകയാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്നാൽ അവിടേക്ക് വരുന്ന ബ്രൗൺ ബിയർഡ് അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവരെല്ലാവരും സത്യങ്ങൾ അറിയും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ സീസർ നേരിട്ട് ബ്രൗൺ ബിയറിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ബാക്കിയുള്ളവരോട് ബ്രൗൺ ബിയർഡ് ഒന്നും പറഞ്ഞു കൊടുക്കാതിരിക്കാൻ സീസർ അവന്റെ ദേഹത്ത് അവൻ അറിയാതെ ഒരു മരുന്ന് കുത്തിവെച്ചു. ആ മരുന്ന് കാരണം ബ്രൗൺ ബിയറിന്റെ ശരീരം മുഴുവൻ തളർന്നുകൊണ്ടിരിക്കുകയാണ്. അവനൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സീസറിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് ബ്രൗൺ ബിയർഡ് പെട്ടെന്ന് സീസറിനെ ആക്രമിക്കുന്നു. ഇത് കണ്ട് ഒന്നും അറിയാതെ നിൽക്കുന്ന ആൾക്കാര് സീസറിനെ സംരക്ഷിക്കാൻ അവരുടെ കയ്യിലുള്ള തോക്കുകൊണ്ട് ബ്രൗൺ ബിയറിനെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഷൂട്ട് കൊണ്ട് ബ്രൗൺ ബിയർഡ് താഴെ വീണു. പക്ഷെ എന്നിട്ടും ബ്രൗൺ ബിയർഡ് മരിച്ചില്ല. അത് കാണുന്ന സീസർ അവനെ അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ വരികയാണ്. സീസർ അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയതും പെട്ടെന്ന് എവിടുന്നോ നിന്നൊരു വലിയ കൈ വന്ന് സീസറിനെ അടിച്ച് തെറിപ്പിച്ചു. ആ അടിയിൽ സീസറിന് വലുതായിട്ടൊന്നും പറ്റിയില്ല. സീസറിന് അവിടേക്ക് വന്ന് അടിച്ചത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ലൂഫിയാണ്. സീസറിനെ അന്വേഷിച്ച് വരുന്ന ലൂഫി കാണുന്നത് അവൻ ബ്രൗൺ ബിയർഡിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതാണ്. അതുകൊണ്ട് ലൂഫി സീസറിനെ പെട്ടെന്ന് തടഞ്ഞു. ലൂഫിയെ കാണുന്ന സീസർ ആവട്ടെ അവന്റെ ആൾക്കാരോട് പെട്ടെന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാൻ പറയുന്നു. കാരണം അണ്ടർഗ്രൗണ്ട് ബ്രോക്കേഴ്സിനുള്ള ബ്രോഡ്കാസ്റ്റ് അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ അണ്ടർഗ്രൗണ്ട് ബ്രോക്കേഴ്സ് കാണുന്നുണ്ട്. ഇപ്പൊ ലൂഫിയോട് സീസർ ഇവിടെ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ ഐലൻഡ് അവൻ എന്തിനാണ് നശിപ്പിക്കുന്നതെന്ന്. സ്ട്രോ ഹാറ്റ്, ഇവിടെ ശരിക്കും സംഭവിക്കുന്നതിനെ കുറിച്ച് നിനക്കൊരു ധാരണയില്ല. ഈ ഐലൻഡിലെ രഹസ്യങ്ങളെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. പക്ഷെ അത് ഞാൻ നിനക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. ഈ ഐലൻഡ് ആർക്കും വരാൻ കഴിയാത്തൊരു സ്ഥലമായിട്ട് മാറണം. എന്നാലേ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ ഒരാൾക്കും ജീവിക്കാൻ പറ്റരുത്. അങ്ങനെ എനിക്കിവിടെ അണ്ടർഗ്രൗണ്ട് ബ്രോക്കേഴ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്ന കാര്യത്തില് ആരും തലയിടാൻ വരില്ല. ഇവിടെ എനിക്ക് ഒട്ടും പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ എനിക്കിവിടെ എത്ര വേണമെങ്കിലും എക്സ്പെരിമെന്റുകൾ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും അത് ലോകത്തിൽ നിന്ന് മറച്ചു പിടിക്കാൻ മറ്റു വലിയ വലിയ കൈകളുണ്ട്. അവരിവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കും. പുറത്തുള്ള ഒരുത്തന് പോലും ഇവിടെ നടക്കുന്ന ഒരു കാര്യവും അറിയാൻ പോകുന്നില്ല. ആരൊക്കെ കരഞ്ഞാലും ഒച്ച വെച്ചാലും ഒരുത്തനും കേൾക്കാൻ പോകുന്നില്ല. അവരെ രക്ഷപ്പെടുത്താനും ഒരുത്തനും ഇങ്ങോട്ട് അടുക്കില്ല. സ്ട്രോ ഹാറ്റ്, ഇപ്പൊ മനസ്സിലായോ? നിനക്ക് ഇവിടെ നടക്കുന്ന ഒരു ചുക്കും അറിയില്ല. ഒന്നും അറിയാതെ നീ ഇതിലേക്ക് വന്ന് തലയിട്ട് നീ ഇപ്പൊ മരിക്കാൻ പോവുകയാണ്. നിനക്ക് ഇവിടുന്ന് ജീവനോടെ പോകാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട. പിന്നെ മറ്റൊരു കാര്യം, നീ ലോയുടെ കൂടെ ചേർന്നത് അത് ഒട്ടും നിനക്ക് നല്ലതല്ല മോനെ. അവൻ ഇവിടേക്ക് എന്തിനാണ് ശരിക്കും വന്നതെന്ന് വെച്ചാൽ SADക്ക് വേണ്ടിയാണ്. അവൻ നിന്നെ ഉപയോഗിച്ച് എന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് SAD നശിപ്പിക്കാനാണ്. കാരണം ഇവിടെ SAD ഉണ്ടാക്കാൻ കഴിവുള്ള ഒരേ ഒരാൾ ഞാൻ മാത്രമാണ് ലൂഫി. ഓ സ്ട്രോ ഹാറ്റ് ലൂഫി, നിനക്ക് SAD എന്താണെന്ന് അറിയില്ലേ? അതും ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വാർലോഡ് ഡോങ്കി ഹോത്തെ ഡോ ഫ്ലാമിംഗോ. ഈ ഫാക്ടറിയിലെ മുഴുവൻ കൺട്രോളും അവന്റെ അടുത്താണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഫാക്ടറി തന്നെ അവന്റേതാണ്. അതുപോലെ ഈ ഫാക്ടറിയിലുള്ള SAD ഉപയോഗിച്ച് ഒരു ഡെവിൾ ഫ്രൂട്ട് ഉണ്ടാക്കും. അതിന്റെ പേരാണ് സ്മൈൽ. നിനക്ക് സ്മൈൽ എന്താണെന്ന് അറിയോ? ഞങ്ങൾ വിജയകരമായിട്ട് ഒരു ഡെവിൾ ഫ്രൂട്ട് ഉണ്ടാക്കി. അതാണ് സ്മൈൽ. സ്മൈൽ ഒരു സോവാൻ ടൈപ്പ് മാൻമെയ്ഡ് ഡെവിൾ ഫ്രൂട്ട് ആണ്. അതിന്റെ പവർ ഈ ലോകത്തിലുള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഇവിടെ ഉണ്ടാക്കുന്ന സ്മൈലുകൾ മുഴുവൻ ഡോ ഫ്ലമിംഗോ ലോകത്തിലുള്ള വലിയ വലിയ ആൾക്കാർക്ക് വിൽക്കും. ആ കൂട്ടത്തിൽ ഈ ലോകത്തിലെ ഒരു എംബറർ ഉണ്ട്. ആ എംബററിന് 100 കണക്കിന് ഡെവിൾ ഫ്രൂട്ട് ഉപയോഗിക്കുന്ന ആർമി ഉണ്ടാക്കിയെടുക്കാനാണ് പ്ലാൻ. ഇപ്പോഴെങ്കിലും നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായോ? നീ എത്ര വലിയ ആൾക്കാരോടാണ് കളിക്കുന്നത് നിനക്ക് മനസ്സിലായോ? ഡോ ഫ്ലമിംഗോയുടെ കാര്യത്തിൽ നീ തലയിട്ടാൽ വലിയ വലിയ തിമിംഗലങ്ങൾ നിന്നെ വിഴുങ്ങും. അവർക്ക് ഈ ലോകം തന്നെ പിടിച്ച് കുലുക്കാനുള്ള ശക്തിയുണ്ട്. നിന്റെ കൂടെ ചേർന്ന മണ്ടൻ ലോയ്ക്കും ഇത് തന്നെയാണ് വേണ്ടത്. എന്തൊരു മണ്ടന്മാരാടാ നിങ്ങളൊക്കെ. അവരുടെ ഒന്നും രോമത്തിൽ പോലും നിനക്കൊന്നും തൊടാൻ പോലും കഴിയില്ലടാ. നിനക്ക് വേണമെങ്കിൽ എന്നെ തട്ടിക്കൊണ്ടുപോയിക്കോ. പക്ഷേ എന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഡോ ഫ്ലാമിംഗോ 4 എംബറേഴ്സിലെ ഒരു എംബറർ. അവരുടെ കൂടെയൊക്കെ പിടിച്ചു നിൽക്കാൻ നിന്റെ മുട്ടിന് ഉറപ്പുണ്ടോടാ? അവരുടെ കൂടെയൊക്കെ പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിയോ? ഹേയ്, ഒരിക്കലും ഇല്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പൊ മോനെ സ്ട്രോ ഹാറ്റ് ലൂഫി, ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടും സമയം വൈകിട്ടില്ല. പെട്ടെന്ന് തന്നെ വന്ന വഴി വിട്ടോ. ജീവൻ വേണമെങ്കിൽ എന്റെ കൺമുന്നിൽ നോടിപ്പോയിക്കോ എന്ന് പറഞ്ഞ് സീസർ ഒരു മാതിരി ചിരി. അത് കേട്ട നമ്മുടെ ലൂഫി ആവട്ടെ ഒന്നും മിണ്ടുന്നില്ല. സീസർ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ലൂഫി അവന്റെ കൈ ചുരുട്ടി സീസറിനെ തിരുമോന്ത നോക്കിയ ഒരൊറ്റ പഞ്ച് ഈ ലോകത്തിലുള്ള ഒരുത്തനെയും വിഷയമല്ല എന്നുള്ള രീതിയിൽ അടി കിട്ടിയ സീസർ പുറകിലേക്ക് അടിച്ചു വീണു. എന്നിട്ട് നിലത്തുനിന്ന് എഴുന്നേക്കുന്ന സീസർ വീണ്ടും, ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ? ഞാൻ ഡോ ഫ്ലമിംഗോയെ പറ്റി പറഞ്ഞേ. ഡോ ഫ്ലമിംഗോ, ഡോ ഫ്ലമിംഗോ, നിനക്ക് അവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എല്ലാവരും എന്റെ കൂടെയാണ്. ഈ ലോകത്തിലെ അണ്ടർവേൾഡിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും ഡോ ഫ്ലമിംഗോയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട്. അത് വെപ്പൺ ആയിക്കോട്ടെ, ഡ്രഗ്സ് ആയിക്കോട്ടെ, ഇല്ലീഗൽ ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും ഡോ ഫ്ലമിംഗോയ്ക്ക് ഒരു പങ്കുണ്ട്. നീ എന്നോട് ചെയ്ത കാര്യം അവനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ നിന്റെ ഫ്രണ്ട്സിനെ അവൻ പുട്ടുപൊടിക്കുന്നത് പോലെ പൊടിച്ചെടുക്കും എന്ന് സീസർ പറയുന്നത് കേട്ട് ലൂഫി
ലൂഫി പതിയെ മുന്നിലേക്ക് നടന്നു വരുന്നു. ലൂഫിയുടെ മട്ടും ഭാവവും കാണുന്ന സീസർ ആവട്ടെ അവനെ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ട് ലൂഫി പേടിക്കോ? ലൂഫി അവന്റെ അടുത്തേക്ക് പതിയെ നടന്നു വന്ന് എനിക്ക് ഈ ലോകത്തിലുള്ള ഒരുത്തനെയും പേടിയില്ല എന്ന് പറഞ്ഞ് ചാടി അവന്റെ ചെവിക്കുറ്റി നോക്കിയ ഒരൊറ്റ അടി. ഇതേ സമയത്ത് ബിൽഡിംഗ് ഡിയില് വെർഗോയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ക്യാപ്റ്റൻ സ്മോക്കറിന് എന്ത് ചെയ്തിട്ടും വെർഗോയുടെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം ക്യാപ്റ്റൻ സ്മോക്കറിനേക്കാൾ ഒരുപാട് പവർഫുൾ ആണ് വെർഗോ. പ്രത്യേകിച്ച് വെർഗോയുടെ ആർമമെന്റ് ഹാക്കി. വെർഗോ ആർമമെന്റ് ഹാക്കിയിൽ കില്ലാടിയാണ്. അവനോട് മുട്ടി നിൽക്കാൻ ക്യാപ്റ്റൻ സ്മോക്കറിന് കഴിയില്ല. അങ്ങനെ വെർഗോ ക്യാപ്റ്റൻ സ്മോക്കറിനെ അടിച്ച് താഴെയിട്ടു. ഇനി അവർക്കൊന്നും ചെയ്യാനില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ലോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ലോയുടെ ഹൃദയം വെർഗോയുടെ കയ്യിലാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ലോ നോക്കിക്കോളും. അതുകൊണ്ട് ക്യാപ്റ്റൻ സ്മോക്കർ ഉള്ള ശക്തി സംഭരിച്ച് വീണെടുത്ത് നിന്ന് ഒന്നുകൂടി എഴുന്നേറ്റു. എന്നിട്ട് ഇപ്രാവശ്യം വെർഗോയുടെ ചുറ്റും മുഴുവൻ സ്മോക്ക് പരത്തി. വെർഗോയ്ക്ക് വേണമെങ്കിൽ ആ സ്മോക്കിൽ വെറുതെ അടിച്ചാൽ മതി. ക്യാപ്റ്റൻ സ്മോക്കർ വീണ്ടും താഴെ വീണോളും. പക്ഷേ ക്യാപ്റ്റൻ സ്മോക്കർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. ക്യാപ്റ്റൻ സ്മോക്കർ വീണ്ടും വീണ്ടും വെർഗോയെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ വെർഗോ ക്യാപ്റ്റൻ സ്മോക്കറിനെ അടിച്ച് താഴെയിട്ടു. എന്നിട്ട് വെർഗോ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ലോയുടെ കയ്യിൽ അവന്റെ ഹൃദയമുണ്ട്. അത് ക്യാപ്റ്റൻ സ്മോക്കർ തിരിച്ചു കൊടുത്തു. ഇതിനു വേണ്ടിയാണ് ക്യാപ്റ്റൻ സ്മോക്കർ വെർഗോയ്ക്ക് ചുറ്റും സ്മോക്ക് പരത്തിയത്. ക്യാപ്റ്റൻ സ്മോക്കറിന് അറിയാം അവനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അവന്റെ ശ്രദ്ധ മാറുന്ന സമയത്ത് ക്യാപ്റ്റൻ സ്മോക്കർ അവന്റെ അടുത്ത് നിന്ന് ഹൃദയം എടുത്തു. അങ്ങനെ ലോ അവന്റെ ഹൃദയം അവന്റെ ദേഹത്ത് തന്നെ തിരിച്ചു വെച്ചു. ഇനി ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ലോയും വെർഗോയുമാണ്. അതുകൊണ്ട് വെർഗോ അവന്റെ മുഴുവൻ പവർ എടുക്കുകയാണ്. അവന്റെ ശക്തി എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആർമമെന്റ് ഹാക്കി. അവന്റെ ശരീരം മുഴുവൻ അവൻ ആർമമെന്റ് ഹാക്കി കൊണ്ട് കവർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവൻ ആർക്കും അത്ര പെട്ടെന്ന് തൊടാൻ കഴിയില്ല. ഇപ്പൊ ശരീരം മുഴുവൻ ആർമമെന്റ് ഹാക്കി ഉപയോഗിക്കുന്ന വെർഗോ ലോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടി വരുന്നു. അപ്പൊ ലോ അവന്റെ റൂം ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് അവന്റെ വാളെടുത്ത് ഒരു ഒറ്റ വെട്ട്. ആ വെട്ടിൽ വെർഗോ 2 കഷ്ണമായിട്ട് മുറിഞ്ഞു. പക്ഷെ വെർഗോ മാത്രമല്ല, ആ മുഴുവൻ ലബോറട്ടറി മാത്രമല്ല, അതിന്റെ കൂടെ ആ ഐഡന്റിലുള്ള മല വരെ 2 കഷ്ണമായിട്ട് മുറിഞ്ഞുപോയി. ഇനി ആ SIDയുടെ കാര്യം പറയണ്ടല്ലോ, അവിടെയുള്ള SID നശിച്ചുപോയി. ഇപ്പൊ 2ആയിട്ട് മുറിഞ്ഞു വീഴുന്ന വെർഗോ വീണ്ടും എഴുന്നേറ്റ് ലോയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അതുകൊണ്ട് ലോ എന്ത് ചെയ്യുന്നു വെച്ചാൽ വെർഗോയെ പല കഷ്ണമായിട്ട് മുറിച്ചു. എന്നിട്ട് അവിടെയുള്ള ഒരു കമ്പിയിൽ ഒട്ടിച്ചു വെച്ചു. ശേഷം ക്യാപ്റ്റൻ സ്മോക്കറിന് ലോയെ അവിടുന്ന് പോകുന്നതിന് മുമ്പ് ലോ ക്യാപ്റ്റൻ സ്മോക്കറിന് അയാളുടെ ഹൃദയം തിരിച്ചു കൊടുത്തു. ഈ ഹൃദയം സീസറിന്റെ കയ്യിലല്ലായിരുന്നു. ഇത്രയും സമയം ക്യാപ്റ്റൻ സ്മോക്കറിന്റെ ഹൃദയം ലോയുടെ കയ്യിലായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ പണ്ടൊരു വിശ്വാസത്തിന് വേണ്ടി ലോ സീസറിന് അവന്റെ ഹൃദയം കൊടുത്തു. അതുപോലെ സീസർ തിരിച്ച് അവന്റെ കൂടെയുള്ള മോണ്ടിന്റെ ഹൃദയം ലോയ്ക്ക് കൊടുത്തു. ഒരു വിശ്വാസത്തിന് വേണ്ടി. ഒന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ചെന്തെങ്കിലും ഇങ്ങോട്ട് വേണ്ടേ, അതിനുവേണ്ടി. അങ്ങനെ ലോയുടെ കയ്യിൽ മോണ്ടിന്റെ ഹൃദയം കിട്ടി. അതിനുശേഷം ലോ ക്യാപ്റ്റൻ സ്മോക്കറിന്റെ ഹൃദയം എടുത്തു. അതോടെ ലോയുടെ കയ്യിൽ 2 ഹൃദയം കിട്ടി. ഒന്ന് മോണ്ടിന്റെയും മറ്റൊന്ന് ക്യാപ്റ്റൻ സ്മോക്കറിന്റെയും. എന്നിട്ട് ക്യാപ്റ്റൻ സ്മോക്കറിന്റെ ഹൃദയം സീസറിന് കൊടുക്കാൻ വേണ്ടി വരുന്ന ലോ ക്യാപ്റ്റൻ സ്മോക്കറിന്റെ ഹൃദയത്തിന് പകരം അയാളുടെ തന്നെ സെക്രട്ടറി മോണ്ടിന്റെ ഹൃദയമാണ് കൊടുക്കുന്നത്. അതായത് നേരത്തെ ക്യാപ്റ്റൻ സ്മോക്കറിന്റെ ഹൃദയത്തിന് പകരം ലോ സീസറിന് കൊടുത്തത് മോനറ്റിന്റെ ഹൃദയമാണ്. എന്നിട്ട് ഇപ്പൊ ലോ ക്യാപ്റ്റൻ സ്മോക്കറിന്റെ ഹൃദയം അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. ശേഷം രണ്ടുപേരും അവിടെ നിന്ന് ബിൽഡിംഗ് 6ലേക്ക് പോകുന്നു. ഇപ്പൊ ലോയുടെ നേരത്തെ അറ്റാക്ക് കാരണം ആ ലബോറട്ടറി മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആൾക്കാർ പുറത്തേക്ക് പോയിട്ടില്ലെങ്കിൽ അവർ അതിൽ പെട്ട് മരിക്കും. നമ്മുടെ സോറോ, സാഞ്ചി, റോബിൻ, നാമി, അതുപോലെ ആ കുട്ടികളും ബാക്കിയുള്ള നേവി സോൾജേഴ്സും ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്നു. ഇപ്പൊ ആ ബിൽഡിംഗ് തകർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരെല്ലാവരും നേരെ ബിൽഡിംഗ് 6ലേക്ക് ഓടുന്നു. അവരുടെ തൊട്ട് പുറകെ തന്നെ പോയിസൺ ഗ്യാസും ഉണ്ട്. ഇവിടെ സീസറിന് ലൂഫിക്കെതിരെ ഒരു തരത്തിലും പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സീസർ അവന്റെ ആൾക്കാരോട് ആ ബിൽഡിംഗിലെ എയർ വെന്റ് തുറന്നുവിടാൻ പറയുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ പുറത്തുള്ള പോയിസൺ ഗ്യാസ് അകത്തേക്ക് വരും. അങ്ങനെ അത് ഉപയോഗിച്ച് സീസറിന് അവരെ എല്ലാവരെയും നശിപ്പിക്കാൻ പറ്റും. സീസർ പറഞ്ഞനുസരിച്ച് അവന്റെ ആൾക്കാർ എയർ വെന്റ് തുറന്നു വിട്ടു. അങ്ങനെ അകത്തേക്ക് വരുന്ന പോയിസൺ ഗ്യാസ് കാരണം അവിടെ നിൽക്കുന്ന സീസറിന്റെ ആൾക്കാരും കല്ലായിട്ട് മാറുന്നുണ്ട്. അവരെല്ലാവരും വിചാരിച്ച് നിൽക്കുന്നത് സീസർ അവരെ സഹായിക്കുമെന്നാണ്. പക്ഷെ സീസർ അവരെ സഹായിച്ചില്ല. അവൻ അവന്റെ കാര്യം മാത്രമാണ് നോക്കുന്നത്. അവര് മരിച്ച അവനൊരു കുഴപ്പമില്ല, അവര് വെറും വേസ്റ്റ് ആണ് എന്ന് സീസർ അവരോട് പറയുന്നുണ്ട്. അത് കേട്ട് സീസറിന് ഇത്രയും നേരം വിശ്വസിച്ചിരുന്ന ആൾക്കാർക്ക് അവൻ അവരെ ചതിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ ഇത് അറിഞ്ഞിട്ട് ഇപ്പൊ ഒരു കാര്യമില്ല. അവരെല്ലാവരും കല്ലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ അകത്തേക്ക് വന്ന പോയിസൺ ഗ്യാസ് വലിച്ചെടുത്ത് സീസറിന് ഒരുപാട് ശക്തി കൂടി ഒരു പുതിയൊരു രൂപത്തിലേക്ക് അവൻ മാറുന്നുണ്ട്. മുകളിലത്തെ ഫ്ലോറിൽ കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന ആൾക്കാര് സീസർ അവരെ ഇത്രയും നാളും ചതിക്കുകയാണെന്ന് അറിഞ്ഞ് തകർന്നുപോയി. അവർക്കത് താങ്ങാൻ കഴിയാതെ അവർ കരയുന്നു. ഈ സമയത്ത് ഇത്രയും നേരം ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും കണ്ട് അവിടെ ഒളിച്ചിരുന്ന നമ്മുടെ ഗോഡ് ഊസുപ്പ് പുറത്തേക്ക് ഇറങ്ങി വന്നു. എക്സ്ക്യൂസ് മീ, നിങ്ങളെല്ലാവരും സങ്കടത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ ഫ്രണ്ട്സിനെയും നിങ്ങളെയും സഹായിക്കാൻ പറ്റും. അത് കേട്ട് ആദ്യം അവർ ഊസോപ്പിനെ വിശ്വസിക്കില്ല. കാരണം ലൂഫി നേരത്തെ എന്തിനു വേണ്ടി തിരിഞ്ഞോടി. അതുകൊണ്ട് അവരെ എങ്ങനെ ഇവർ വിശ്വസിക്കും? അവരുടെ ക്യാപ്റ്റൻ തന്നെ ഇപ്പൊ പേടിച്ചോടി. അതിന്റെ കൂടെ ഇവരെങ്ങനെ രക്ഷപ്പെടും? അവരുടെ ഈ സംശയം കേട്ട ഊസോപ്പ്, ഏയ് ഞങ്ങളുടെ ക്യാപ്റ്റൻ അത്തരക്കാരനാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? അവൻ ഇവിടെ നിന്ന് പേടിച്ചോടുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുവോ? ഞാനും തിരിഞ്ഞോടില്ലേ? അതുകൊണ്ട് അവൻ ഒരിക്കലും നിർത്തില്ല, എവിടെയും തോൽക്കില്ല, ആരെയും പേടിക്കില്ല. അവന് ഞങ്ങളിൽ വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് അവനെയും. അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ അവന്റെ കൂടെ നിൽക്കും. ഞങ്ങളുടെ ചങ്കിലെ അവസാന ശ്വാസം വരെ ഞങ്ങൾ അവന് വേണ്ടി എന്തും ചെയ്യും. അവന് സീസറിനെ തോൽപ്പിക്കാൻ കഴിയും. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ക്യാപ്റ്റനെ വിശ്വസിക്കുക. ഇതൊക്കെ കേട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാര് അവസാനം ഊസോപ്പിനെ വിശ്വസിക്കാൻ തീരുമാനിച്ചു. താഴെയുള്ള ലൂഫി തിരിഞ്ഞോടിപ്പോയത് അവനെ തിരിച്ചടിക്കാനാണ്. അങ്ങനെ ലൂഫി ഗിയർ 3 എലിഫന്റ് ഗൺ ഉപയോഗിച്ച് സീസറിന് നേരെ ഓടി വന്നു. സീസർ ആവട്ടെ അവന്റെ പവർ കൊണ്ട് ലൂഫിക്ക് നേരെയും ഓടി വന്ന് അറ്റാക്ക് ചെയ്യുന്ന ലൂഫിയുടെ കൈ സീസർ പിടിച്ചു വെക്കുന്നു. സീസറിന്റെ ആ പോയിസൺ കാരണം ലൂഫിയുടെ കൈ പതിയെ പതിയെ കല്ലായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ സീസർ അവനെ കൊല്ലാന്ന് വിചാരിച്ചു. പക്ഷെ ലൂഫി അവന്റെ മുഴുവൻ പവറും എടുത്ത് അവസാനം സീസറിനെ ചുമര് ചേർത്ത് ഒരു ഒറ്റ അടി. ആ ഒരു അടിക്ക് സീസർ ആ ലബോറട്ടറിയും തകർത്ത് പുറത്തേക്ക് പോയി വീണു. അങ്ങനെ അവസാനം ലൂഫി സീസറിനെ തോൽപ്പിച്ചു. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം ലൂഫി സീസറിനെ തോൽപ്പിക്കുന്നത് അണ്ടർവേൾഡിലെ ആൾക്കാർ കാണുന്നുണ്ട്. ഇനി എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്
പറഞ്ഞ് അവരവിടുന്ന് എഴുന്നേറ്റ് പോയി. ഇപ്പൊ കൺട്രോൾ റൂമിലിരിക്കുന്ന ഊസോപ്പ് കൃത്യമായിട്ട് അവിടേക്ക് ഓടി വരാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് അവിടെയുള്ള മൈക്കിലൂടെ അവർ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടതെന്ന് ഊസോപ്പ് വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നു. താഴെ ചോപ്ര ആ കുട്ടിയും കൊണ്ട് ഓടി വരുമ്പോൾ അവരുടെ കൂടെ ബ്രൂക്കും കിനിമോനും ചേരുന്നുണ്ട്. പക്ഷേ ബ്രൂക്കിന്റെ കൂടെയുള്ള കിനിമോൻ ഒരു കല്ലായിട്ട് മാറി. കാരണം അവർ നേരത്തെ ഒരു റൂമിലേക്ക് എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി കിനിമോനോട് അവള് മൊമോനുസ്കയെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് ആ കുട്ടി മാത്രമാണ് മൊമോനുസ്കയോട് സംസാരിച്ചത്. അതറിഞ്ഞ കിനിമോൻ മൊമോനുസ്കയെ രക്ഷിക്കാൻ പോയിസണുള്ള ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞോടി. അങ്ങനെ പോയിസണിൽ പെട്ട് കിനിമോൻ ഒരു കല്ലായിട്ട് മാറി. ഇപ്പൊ അവർക്ക് സംസാരിച്ച് നിൽക്കാനൊന്നും സമയമില്ല. അവരുടെ തൊട്ടുപുറകെ തന്നെ പോയിസൺ ഗ്യാസും ഉണ്ട്. അതുകൊണ്ട് അവർ പെട്ടെന്ന് ബിൽഡിംഗ് 6ലേക്ക് ഓടി പോകുന്നു. ഈ സമയത്തോടെ ബാക്കിയുള്ള ആൾക്കാർ ബിൽഡിംഗ് 6ലേക്ക് എത്തി. അതായത് സോറോ, സാഞ്ചി, നാമി, റോബിൻ, അവരുടെ കൂടെ ആ കുട്ടികളും നേവിയിലെ ആൾക്കാരും. മറ്റൊരു ഭാഗത്ത് നിന്ന് ലോയും ക്യാപ്റ്റൻ സ്മോക്കറും. അവർക്ക് എല്ലാവർക്കും അവിടെ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു വണ്ടിയും വലിച്ചുകൊണ്ട് ബിൽഡിംഗ് 6ലേക്ക് വന്നു. ഇനി അവിടേക്ക് ചോപ്പറും ബ്രൂക്കും അവരുടെ കൂടെയുള്ളവരും മാത്രം വരാനുള്ളൂ. പക്ഷെ അവർ എത്ര നോക്കിയിട്ടും വരുന്നില്ല. അവരിനി തിരിച്ചു വരില്ല എന്ന് എല്ലാവരും വിശ്വസിച്ചു. പക്ഷെ ലൂഫി മാത്രം അവരെയും നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ്. ലൂഫിക്ക് അറിയാം എന്ത് ചെയ്തിട്ടാണെങ്കിലും അവർ തിരിച്ചു വരുമെന്ന്. അങ്ങനെ ലൂഫിയുടെ വിശ്വാസം പോലെ അവസാനം അവരെല്ലാവരും അവിടേക്ക് വന്നു. മുകളിൽ കൺട്രോൾ റൂമിലുള്ള ഊസോപ്പിന് അവൻ അന്വേഷിച്ച് കിടന്ന സീപ്രൻ സ്റ്റോണിന്റെ വിലങ്ങും കിട്ടി. തുടർന്ന് ബിൽഡിംഗ് 6ലുള്ള എല്ലാവരും അവർക്ക് പുറത്തേക്ക് പോകാനുള്ള വണ്ടിയിൽ കയറി അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോവുകയാണ്. ഇതേ സമയത്ത് ഈ ഐലൻഡിലേക്ക് ഡോഫ്ലമിംഗോ പറഞ്ഞു വിട്ട് അവന്റെ 2 ആൾക്കാർ വരുന്നുണ്ട്. അവർ രണ്ടുപേരും ഡെവിൾ ഫുഡ് യൂസേഴ്സ് ആണ്. ഇതിൽ പന്നിയുടെ മുഖം പോലെ ഇരിക്കുന്ന ഇവന്റെ പേരാണ് ബഫല്ലോ. അവൻ ഇതുപോലെ പറക്കാൻ കഴിയും. അതാണ് അവന്റെ ഡെവിൾ ഫുഡ് പവർ. അവന്റെ കൂടെയുള്ള ഈ പെണ്ണിന്റെ പേര് ബേബി 5. അവൾക്ക് അവളുടെ ബോഡി തന്നെ വെപ്പണാക്കി മാറ്റിക്കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതാണ് അവളുടെ പവർ. ഇവർ രണ്ടുപേരും ഡോഫ്ലമിംഗോ പറഞ്ഞ അനുസരിച്ച് സീസറിനെ ഇവിടെ നിന്ന് ഡ്രസ്റോസയിലേക്ക് കൊണ്ടുപോകാനാണ് വന്നത്. ലൂഫിയുടെ അടി കിട്ടി പുറത്തേക്ക് തെറിച്ച് വീഴുന്ന സീസറിനെ അവർ കണ്ടു. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവർ ഈ കാര്യം ഡോഫ്ലമിംഗോയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഡോഫ്ലമിംഗോ അവരോട് സീസറിനെ തിരിച്ച് കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ അവർ സീസറിനെ എടുക്കാൻ വരുമ്പോൾ അവിടെ തന്നെ നമ്മൾ ഇത്രയും നേരം കാണാതിരുന്ന ഫ്രാങ്കി ഉണ്ട്. സാധാ ഫ്രാങ്കി അല്ല, ജനറൽ ഫ്രാങ്കി. ഫ്രാങ്കിയുടെ സൂട്ടിന്റെ പേരാണ് ജനറൽ ഫ്രാങ്കി. അപ്പൊ ബഫലോയും ബേബി 5നെയും കാണുന്ന ഫ്രാങ്കിക്ക് അവർ അത്ര പന്തിയല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് അവരവിടേക്ക് വരുന്നതിന് മുമ്പ് ഫ്രാങ്കി ഒന്നും നോക്കാതെ അവരെ അറ്റാക്ക് ചെയ്തു. അവർ തിരിച്ചും ഫ്രാങ്കിയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം താഴത്ത് കിടക്കുന്ന സീസർ അവന്റെ കയ്യിലുള്ള മോണറ്റിന്റെ ഹൃദയം പുറത്തെടുത്തു. അത് ക്യാപ്റ്റൻ സ്മോക്കറിന്റെ ഹൃദയമാണെന്ന് വിചാരിച്ചിട്ടാണ് അവൻ എടുത്തത്. എന്നിട്ടൊരു കൂർത്ത കമ്പി കൊണ്ട് അവൻ ആ ഹൃദയം കുത്തി പൊട്ടിക്കാൻ പോവുകയാണ്. ഇതേ സമയത്ത് ലബോറട്ടറിയുടെ അകത്തുള്ള മോണറ്റ് ഡോഫ്ലമിംഗോയെ വിളിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇത് കേൾക്കുന്ന ഡോഫ്ലമിംഗോ ആവട്ടെ അവളോട് ആ ലബോറട്ടറി മുഴുവൻ നശിപ്പിക്കാൻ പറയാണ്. ആ ലബോറട്ടറി മുഴുവൻ തകർന്നില്ലാതാവുമ്പോൾ അതിന്റെ കൂടെ സ്ട്രോ ഹാറ്റ്സ് മരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഡോഫ്ലമിംഗോ അവളോട് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. മോണറ്റ് ഡോഫ്ലമിംഗോ പറഞ്ഞ അനുസരിച്ച് ആ ലബോറട്ടറി മുഴുവൻ നശിപ്പിക്കാനുള്ള സ്വിച്ച് അമർത്താൻ പോവുകയാണ്. ആ സ്വിച്ച് അവൾ അമർത്തി കഴിഞ്ഞാൽ ആ ലബോറട്ടറി മുഴുവൻ ബ്ലാസ്റ്റ് ചെയ്തില്ലാതാവും. അങ്ങനെ മോണറ്റ് ആ സ്വിച്ച് അമർത്താൻ തുടങ്ങിയതും പെട്ടെന്ന് അവൾക്ക് എന്തോ സംഭവിച്ച് അവൾ താഴെ വീണു. കാരണം പുറത്തുള്ള സീസർ ആ കൂർത്ത കമ്പി കൊണ്ട് ക്യാപ്റ്റൻ സ്മോക്കറിന്റെ ഹൃദയമാണെന്ന് വിചാരിച്ച് അവളുടെ ഹൃദയം കുത്തി പൊട്ടിച്ചു. അങ്ങനെ മോണറ്റ് നിലത്തേക്ക് മരിച്ചു വീണു. ഇപ്പൊ സ്ട്രോ ഹാറ്റ്സും ബാക്കിയുള്ളവരും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ബിൽഡിംഗ് തകർന്ന് അവരുടെ വഴിയിലേക്ക് വീഴുന്നുണ്ട്. പക്ഷെ അതൊക്കെ മറികടന്ന് അവസാനം എല്ലാവരും ചേർന്ന് അലറി വിളിച്ച് പുറത്തേക്ക് എത്തി. പുറത്തേക്ക് വരുന്ന അവർ കാണുന്നത് ബഫലോയും ബേബി 5ഉം സീസറിനെ രക്ഷപ്പെടുത്താൻ നിൽക്കുന്നതാണ്. ഇവരെ കാണുന്ന ബഫലോയും ബേബി 5ഉം അവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ സീസറിനെ കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നു. അപ്പൊ നമ്മുടെ ഗോഡ് ഊസോപ്പ് സ്ട്രോ ഹാറ്റ്സിന്റെ സ്നൈപ്പർ പിന്നെ അവിടെ എന്തിനാ നിൽക്കുന്നത് എന്നൊരു രീതിയിൽ മുമ്പിലേക്ക് വന്ന് അവന്റെ സ്ലിംഗ് ഷോട്ട് കൊണ്ട് അവരെ ഷൂട്ട് ചെയ്തു. അതുപോലെ അവൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സീപ്രൻ സ്റ്റോണിന്റെ വിലങ്ങ് കൊണ്ട് അവൻ സീസറിനെയും പിടിച്ചു. ഇതേ സമയത്ത് അങ്ങ് ഡ്രസ് റോസയിലുള്ള ഡോഫ്ലമിംഗോയ്ക്ക് മോണറ്റിന്റെ അടുത്ത് നിന്ന് ഒരു റെസ്പോൺസും വരാത്തതുകൊണ്ട് അവൻ നേരിട്ട് പങ്കസാഡിലേക്ക് വരുന്നു. ഇതേ സമയത്ത് പങ്കസാഡില് അവരിപ്പോ വന്ന ഡോഫ്ലമിംഗോയുടെ 2 ആൾക്കാരെയും സീസറിനെയും ചേർത്ത് പിടിച്ചു വെച്ചു. പുറത്തേക്ക് വന്ന കുട്ടികളുടെ ദേഹത്തിലുള്ള ഡ്രഗ് എടുത്തു കളയാൻ ഇനി ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്യണം. ഒരുപാട് സമയമെടുക്കും. അവർ ഇനിയും ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ലോ അവന്റെ പവർ ഉപയോഗിച്ച് അവരെ എല്ലാവരെയും പല കഷ്ണങ്ങളാക്കി മുറിച്ച് അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന മുഴുവൻ ഡ്രഗും മാറ്റി അത് മുഴുവൻ പുറത്തേക്ക് എടുത്തു. അതോടെ ആ കുട്ടികളുടെ പ്രശ്നങ്ങളെല്ലാം മാറി. കൂടാതെ ഡ്രഗ് മുഴുവൻ എടുത്ത് വിഴുങ്ങി മരിക്കാറായിരുന്ന ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അവർക്കെല്ലാവർക്കും ഇപ്പോൾ യാതൊരു പ്രശ്നമില്ല. ഇനി അവരെ എല്ലാവരെയും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കേണ്ട ജോലി നേവിയുടേതാണ്. അതായത് കുട്ടികളെ തിരിച്ച് കൊണ്ടുപോകുന്നത് നേവിയാണ്. പക്ഷെ ഇത് കേൾക്കുന്ന കുട്ടികൾക്ക് അവരുടെ കൂടെ പോകാൻ തീരെ താല്പര്യമില്ല. നേരത്തെ പോയിസൺ ഗ്യാസിൽ പെട്ട കിനിമോൻ ഒരു കല്ലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കല്ല് പൊട്ടിയതോടെ കിനിമോൻ പഴയതുപോലെ തന്നെ ആവുന്നുണ്ട്. കാരണം സീസറിന്റെ പോയിസൺ ഗ്യാസ് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. കല്ലായിട്ട് മാറിയ ആൾക്കാരുടെ ശരീരം ഒന്ന് ജസ്റ്റ് പൊട്ടിച്ചു വിട്ടാൽ മതി, അവർ പഴയതുപോലെ ആയിക്കോളും. ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചതുകൊണ്ട് എപ്പോഴത്തെയും പോലെ സാഞ്ചി എല്ലാവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി. എന്നിട്ടൊരു വലിയ പാർട്ടി, മുഴുവൻ ആഘോഷം. ഒരുപാട് ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന മൊമോനുസ്കയ്ക്ക് സാഞ്ചി കുറച്ച് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷെ അവനത് കഴിക്കുന്നില്ല. കാരണം സാമുറൈ ആരെയും പെട്ടെന്ന് വിശ്വസിക്കില്ല. പക്ഷെ അപ്പ അവന്റെ മുമ്പിൽ വെച്ച് കിനിമോൻ ആ ഭക്ഷണം എടുത്ത് കഴിച്ചു. അത് കാണുന്ന മൊമോനുസ്കയ്ക്കും മറ്റൊന്നും പറയാനില്ല. അവനും ആ ഭക്ഷണം എടുത്ത് കഴിച്ചു. അവന് സ്ട്രോ ഹാറ്റ്സിനെ വിശ്വാസമായി. അങ്ങനെ എല്ലാത്തിന്റെ അവസാനം ഇനി അവർക്ക് അവിടുന്ന് പോകാനുള്ള സമയമാണ്. ആ കുട്ടികളെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ അവിടെ തന്നെയുള്ള ഒരു വലിയ കപ്പലുണ്ട്. അതിലാണ് അവരെല്ലാവരും പോകുന്നത്. അങ്ങനെ ചെയ്തു കൊടുത്ത എല്ലാ സഹായത്തിനും കരഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞ് ആ കുട്ടികളും കുറച്ച് നേവിയിലെ ആൾക്കാരും അവിടെ നിന്ന് കപ്പലെടുത്ത് പോവാണ്. അടുത്തത് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് അവിടെ നിന്ന് പോകാനുള്ള സമയമായി. അവരുടെ കൂടെ കിനിമോനും മൊമോനുസ്കയും ലോയും ഉണ്ട്. അങ്ങനെ എല്ലാവരും അവരുടെ കപ്പലിലേക്ക് തിരിച്ചു കയറി. എന്നിട്ട് ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ മനസ്സിലൊന്ന് റീവൈൻഡ് ചെയ്ത് ക്യാപ്റ്റന്റെ അലറിക്കൊണ്ടുള്ള ഓർഡർ പ്രകാരം അവർ ആ വലിയ കടലിലൂടെ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. ഇതേ സമയത്ത് പങ്കസാഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഡോഫ്ലമിംഗോ കടലിൽ ഒഴുകി വരുന്ന ഒരു ചങ്ങാടത്തില് 2 തല കണ്ടു. അവന്റെ സ്വന്തം ആൾക്കാരുടെ 2 തല. മുതലാളി, ആ ലോ നമ്മളെ ചതിച്ചു മുതലാളി, അവനെ കൊന്നു കളയണം ആ നാറിയെ എന്ന് പറഞ്ഞ് ഡോഫ്ലമിംഗോയെ കാണുന്ന ബേബി 5 കരയുന്നു. അവരുടെ 2 പേരുടെയും ശരീരത്തിന്റെ ബാക്കി ഭാഗം പങ്കസാഡിലുണ്ട്. അവരെ കെട്ടിവെച്ച ചങ്ങാടത്തില് ലോ ഒരു
ട്രാൻസ്പോണ്ടേഴ്സിനിൽ വെച്ചിരുന്നു. ഇപ്പൊ ലോ അതിലേക്ക് വിളിക്കുന്നുണ്ട്. ആ കോൾ എടുക്കുന്ന ഡോഫ്ലമിംഗോ, ലോ നീ എവിടെയാണെന്ന് പറ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഇപ്പൊ ഡോഫ്ലമിംഗോക്ക് എങ്ങനെയെങ്കിലും സീസറിനെ കിട്ടണം. കാരണം സീസറിനെ കിട്ടിയാലേ അവർക്ക് ഇനി സ്മൈൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവന് കൈഡോയ്ക്ക് സ്മൈൽ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൈഡോ ഡോഫ്ലമിംഗോയെ ഇല്ലാതാക്കും. അതുകൊണ്ട് സീസറിനെ കിട്ടാൻ വേണ്ടി ഡോഫ്ലമിംഗോ എന്തും ചെയ്യും. അത് അവന്റെ അത്യാവശ്യമായി പോയി. ഇപ്പൊ ഡോഫ്ലമിംഗോയെ വിളിക്കുന്ന ലോ അവനുമായിട്ടൊരു ഡീൽ വെക്കും. എന്താണെന്ന് വെച്ചാൽ അവൻ സീസറിനെ തിരിച്ചു കൊടുക്കും. അതിന് പകരം ഡോഫ്ലമിംഗോ 7 വാർലോഡ്സിൽ നിന്ന് രാജിവെക്കണം. അങ്ങനെ രാജിവെച്ച് കഴിഞ്ഞാൽ അത് ഡോഫ്ലമിംഗോയ്ക്ക് പ്രശ്നമാണ്. കാരണം അഡ്മിറൽസ് അവനെ പിടിക്കാൻ വരും. സോ നാളത്തെ പത്രത്തിൽ ഡോഫ്ലമിംഗോ 7 വാർലോഡ്സിൽ നിന്ന് രാജിവെച്ച ന്യൂസ് ഉണ്ടെങ്കിൽ ലോ അവനെ വീണ്ടും വിളിക്കാന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. അത് കേട്ട് ഡോഫ്ലമിംഗോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഒരു ഭാഗത്ത് കൈഡോ, മറ്റൊരു ഭാഗത്ത് ലോ പറഞ്ഞ അനുസരിച്ചിട്ടില്ലെങ്കിൽ കൈഡോ അവനെ തീർക്കും. ഇനി ലോ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ മറൈൻസ് അവനെ വന്ന് തീർക്കും. അങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. പക്ഷെ ഇപ്പോ അവന്റെ രണ്ടാൾക്കാരുടെ ബാക്കി പകുതി ശരീരം എടുക്കാൻ വേണ്ടി അവൻ പങ്കസാറിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ ഇപ്പൊ ക്യാപ്റ്റൻ സ്മോക്കറും കുറച്ച് മറൈൻസും കല്ലായിട്ട് മാറി അവരുടെ ബാക്കിയുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിന്നത്. ഈ സമയത്ത് പെട്ടെന്ന് ഡോഫ്ലമിംഗോ അവരുടെ എല്ലാവരുടെയും നടുവിലേക്ക് വന്നിറങ്ങി. അപ്പൊ അവിടെയുള്ള മറൈൻസിന് അവരുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു. അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഡോഫ്ലമിംഗോ അവരുടെ കൈ അനക്കിയതും അവർ പരസ്പരം ഷൂട്ട് ചെയ്തു. ഇതാണ് ഡോഫ്ലമിംഗോയുടെ പവർ. അവൻ എന്തോ ഒരു തരം സ്ട്രിംഗ് ഉപയോഗിച്ച് അവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്ത് പരസ്പരം ഷൂട്ട് ചെയ്യിപ്പിച്ചു. ഡോഫ്ലമിംഗോ എന്നിട്ട് ക്യാപ്റ്റൻ സ്മോക്കറിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാണ്. പക്ഷേ ക്യാപ്റ്റൻ സ്മോക്കറേക്കാൾ ഒരുപാട് മടങ്ങ് പവർഫുൾ ആണ് ഡോഫ്ലമിംഗോ. ക്യാപ്റ്റൻ സ്മോക്കർ തല കുത്തി നിന്നാലും ഡോഫ്ലമിംഗോയെ തൊടാൻ പോലും പറ്റില്ല. അങ്ങനെ ഡോഫ്ലമിംഗോ അവന്റെ സ്ട്രിംഗ് ഉപയോഗിച്ച് ക്യാപ്റ്റൻ സ്മോക്കറിനെ വെട്ടി താഴെയിട്ടു. എന്നിട്ട് അയാളുടെ നെഞ്ചത്ത് കയറിയിരിക്കുകയാണ് ഡോഫ്ലമിംഗോ. അങ്ങനെ ഡോഫ്ലമിംഗോ സ്മോക്കറിനെ കൊല്ലാൻ കൈ ഉയർത്തിയതും ഔക്കീജിയുടെ ഒരു 1.5 എൻട്രി ആ ഐലൻഡിലെ തണുപ്പ് വരെ വിറച്ചു പോവും. അല്ല, അത് ഉണ്ടാക്കിയതും അയാൾ തന്നെയാണല്ലോ. എക്സ്ക്യൂസ് മീ യങ് മാൻ, നീ ഒന്ന് അപ്പുറത്തേക്ക് മാറി നിൽക്കൂ, കാരണം അവൻ എന്റെ ഒരു ഫ്രണ്ടാണ് എന്ന് ഔക്കീജിയെ കാണുന്ന ഡോഫ്ലമിംഗോ ആവട്ടെ, നിന്റെ കൂടെ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവന്റെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് തിരിച്ചുപോയി. ഔക്കീജി എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് പറയുന്നില്ല. പക്ഷെ ഔക്കീജി വന്നതുകൊണ്ട് ക്യാപ്റ്റൻ സ്മോക്കർ രക്ഷപ്പെട്ടു. മറൈൻസിന് എപ്പോഴും ഡോഫ്ലമിംഗോയുടെ മേലെ കണ്ണു വേണം. കാരണം അവനൊരു വാർലോഡാണ്. പോരാത്തതിന് ഡ്രസ് റോസയിലെ രാജാവ് എന്ന് പറയുമ്പോൾ ബോ ഹാൻകോക്കിനെ പോലെയല്ല, അവനത് പിടിച്ചു വാങ്ങിയെടുത്തതാണ്. രണ്ടിനും വ്യത്യാസമുണ്ട്. നേവിക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു തലവേദനയാണ് ഡോഫ്ലമിംഗോ. അവൻ ഉണ്ടാക്കുന്ന പ്രശ്നം ആളി പടർന്നേക്കാം. അവനെ ആരെ കൊണ്ടും തടയാനും കഴിയില്ല. അതുകൊണ്ട് ഡോഫ്ലമിംഗോയെ നിസാരമായിട്ട് കാണണ്ട. അവനെക്കുറിച്ച് അക്കൈനുവിനോട് തീർച്ചയായിട്ടും പറയണം എന്ന് പറഞ്ഞ ഔക്കീജി ക്യാപ്റ്റൻ സ്മോക്കറിന് ഒരു വാണിംഗ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയത്ത് കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഇനി അടുത്തത് എവിടേക്കാണ് പോകേണ്ടതെന്ന് നോക്കുന്നു. പക്ഷെ അവർ ഓൾറെഡി എവിടേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിച്ചിട്ടാണ് പങ്കസാറിൽ നിന്ന് ഇറങ്ങിയത്. അതായത് അവർ എവിടേക്കാണ് പോകേണ്ടതെന്ന് ലോ തീരുമാനിച്ചു. ആ സ്ഥലത്തിന്റെ പേരാണ് ഡ്രസ് റോസ. ആ സ്ഥലത്തിന്റെ പേര് ലോ പറയുമ്പോൾ അത് കേൾക്കുന്ന കിനിമോൻ അയാൾക്കും അവിടേക്കാണ് പോകേണ്ടതെന്ന് പറയുന്നു. കാരണം അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ഈ ഡ്രസ് റോസയിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയാളെ കണ്ടുപിടിക്കാനാണ് കിനിമോൻ അവിടേക്ക് പോകുന്നത്. അതുകൊണ്ട് കിനിമോനെ കൂടെ കൂട്ടാൻ ലൂഫി സമ്മതിച്ചു. അപ്പോഴാണ് ലോ സ്ട്രോ ഹാറ്റ്സിനോട് അവന്റെ പ്ലാൻ എന്താണെന്ന് പറയുന്നത്. അവരുടെ ശരിക്കുള്ള ടാർഗറ്റ് കൈഡോയാണ്. 4 എംബറേഴ്സിലെ ഒരു എംബറാണ് കൈഡോ. അയാളുടെ മറ്റൊരു പേര് കിങ് ഓഫ് ദ ബീസ്റ്റ് എന്നാണ്. സോ കൈഡോയും ഡോഫ്ലമിംഗോയും പാർട്ട്നേഴ്സ് ആണ്. ഈ ന്യൂ വേൾഡ് ഇവർ ഇതിനു മുമ്പ് കണ്ടതുപോലെയല്ല. ഇവിടെ ഒരു പൈററ്റ് ക്രൂവിനെ അതിജീവിക്കണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു പൈററ്റ് ക്രൂവിന്റെ സഹായം വേണം. ഡോഫ്ലമിംഗോയ്ക്ക് കൈഡോയുടെ സഹായമുണ്ട്. അതുപോലെ അണ്ടർവേൾഡിൽ എന്തൊരു കാര്യം നടക്കണമെങ്കിലും അതിന് ഡോഫ്ലമിംഗോ വേണം. ഇല്ലീഗൽ ആയിട്ടുള്ള എന്തൊരു കാര്യത്തിനും, ഡ്രഗ്, കിഡ്നാപ്പിംഗ്, അതുപോലെ വലിയ വലിയ സാധനങ്ങളുടെ ട്രാൻസാക്ഷൻ, ഒരാളെ കൊല്ലണമെങ്കിൽ, ഒരു സ്ഥലം മുഴുവൻ നശിപ്പിക്കണമെങ്കിൽ എന്ന് വേണ്ട എല്ലാ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന്റെയും പുറകിൽ ഡോഫ്ലമിംഗോയുടെ ഒരു കൈ ഉണ്ടാവും. അതായത് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഡോഫ്ലമിംഗോ കൂടെ അറിഞ്ഞിട്ടാണ്. സോ ഡോഫ്ലമിംഗോയ്ക്ക് സപ്പോർട്ടായിട്ട് മറ്റൊരു ഭാഗത്ത് കൈഡോയുണ്ട്. കൈഡോ എന്തിനാണ് ഡോഫ്ലമിംഗോയെ സഹായിക്കുന്നതെന്ന് വെച്ചാൽ കൈഡോയ്ക്ക് അവന്റേതായ ഒരു വലിയ ആർമി ഉണ്ടാക്കണം. ഡെവിൾ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ഒരു വലിയ ആർമി. അത്ര വലിയൊരു ആർമി ഉണ്ടാക്കണമെങ്കിൽ കൈഡോയ്ക്ക് ഡെവിൾ ഫ്രൂട്ട് വേണം. ആ ഡെവിൾ ഫ്രൂട്ട് സപ്ലൈ ചെയ്യുന്ന ആളാണ് ഡോഫ്ലമിംഗോ. അതുപോലെ ഡോഫ്ലമിംഗോയ്ക്ക് ഡെവിൾ ഫ്രൂട്ട് കിട്ടുന്നത് സീസർ ഉണ്ടാക്കി കൊടുത്തിട്ടാണ്. ഇനി സീസർ ഈ ഡെവിൾ ഫ്രൂട്ട് ഉണ്ടാക്കുന്നത് SID ഉപയോഗിച്ചിട്ടാണ്. ഈ SID ശരിക്കും ഉണ്ടാക്കിയത് തന്നെ ഡോക്ടർ വെഗാപങ്ക് ആണ്. അത് ഉപയോഗിച്ച് ഡെവിൾ ഫ്രൂട്ട് ഉണ്ടാക്കുന്നതാണ് സീസറിന്റെ പണി. അതായത് SID ഉണ്ടാക്കിയത് സീസർ അല്ല. അത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡെവിൾ ഫ്രൂട്ട് ഉണ്ടാക്കേണ്ടതെന്ന് മാത്രമേ അവനെ അറിയുള്ളൂ. ഇപ്പൊ സ്ട്രോ ഹാറ്റ്സ് സീസറിനെ പിടിച്ചതുകൊണ്ട് ഡോഫ്ലമിംഗോയ്ക്ക് ഡെവിൾ ഫ്രൂട്ട് കിട്ടില്ല. അതോടെ കൈഡോയ്ക്ക് അയാളുടെ ആ വലിയ ആർമി ഉണ്ടാക്കാനും കഴിയില്ല. അങ്ങനെ സ്ട്രോ ഹാറ്റ്സിന് ലോയ്ക്കും ചേർന്ന് കൈഡോയെ തോൽപ്പിക്കാൻ പറ്റും. ഇതാണ് ലോയുടെ പ്ലാൻ. ഇപ്പൊ ഇവരെല്ലാവരും ഡോഫ്ലമിംഗോ 7 വാർലോഡ്സിൽ നിന്ന് രാജിവെച്ചു എന്നുള്ള നാളത്തെ ന്യൂസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ന്യൂസ് കണ്ടാൽ ഉടൻ തന്നെ അവർ ഡ്രസ് ഹൗസിലേക്ക് പോകും. അവിടെ വെച്ചിട്ടാണ് സ്ട്രോ ഹാറ്റ്സിന് ലോയും ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താൻ പോകുന്നത്. അതുകൊണ്ട് അവരെല്ലാവരും നാളത്തെ ആ ഒരു ന്യൂസിന് വേണ്ടി കാത്തിരിക്കുകയാണ്.